മോള് ശാരികയോട് മനസ്സ് തുറന്ന് പറയാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. ഒരുപാട് സാഹചര്യങ്ങൾ നേരിട്ടിട്ട് വന്നതാണ്. അപ്പം ശാരിക പറയണം, അത് നിങ്ങൾ പല ഇതിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇൻ്റർവ്യൂസിലും ഒക്കെ. അതെ, അതിനപ്പുറം തന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച്, ഒരുപാട് മനുഷ്യരുടെ സ്വഭാവങ്ങൾ പഠിച്ച്, ഒരാൾ എങ്ങനെ നമ്മൾ അറ്റാക്ക് ചെയ്താൽ എങ്ങനെ നിൽക്കണം, പിന്നെ എങ്ങനെ ഒരല്പം ഫുഡ് കൊണ്ട് എങ്ങനെ ജീവിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഹൗസിൽ വന്ന്, ഈ ബിഗ് ബോസിൽ വന്ന് ഞാൻ പഠിച്ച്. എനിക്കിനി ഏത് സാഹചര്യത്തിലും ജീവിക്കാം. ആരോടും എന്തും എനിക്ക് തുറന്നു പറയാൻ മടിയില്ല. എന്തിനേയും നേരിടാനുള്ളൊരു കരുത്ത് എനിക്കുണ്ട് എന്ന് പറയുന്ന, എനിക്ക് ഈ ബിഗ് ബോസ് ഒരുക്കി തന്ന ഈ ഒരു അവസരം എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ശാരിക ചോദിക്കുകയാണ്, അപ്പം ഇവിടെ നിന്ന് നേട്ടമാണല്ലേ ഉണ്ടായത്, അല്ലാതെ ഒരു അബദ്ധം പറ്റിയെന്ന് തോന്നുന്നില്ലല്ലേ? ഒരിക്കലും ഇല്ല എന്ന് അനുമോള് പറയുന്നു. ഇപ്പം എനിക്ക് നാളെ കല്യാണം കഴിച്ചാൽ ഒരു വീട്ടിൽ പോയി എങ്ങനെ ജീവിക്കണം, അവരോട് എങ്ങനെ പെരുമാറണം, ഇപ്പം അല്പം ഫുഡ് കൊണ്ട് എങ്ങനെ കഴിയണം, അവരുടെ അടുക്കളയിൽ എങ്ങനെ പെരുമാറണം, ഇപ്പം നമ്മളോട് വഴക്കിടാൻ വന്നാൽ എങ്ങനെ അവരോട് പെരുമാറണം, അവർ വഴക്കിടാൻ വരുമ്പം നമ്മൾ ഒതുങ്ങി കാര്യമായിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞ് മൗനം പാലിച്ച് നിന്നാൽ ആ പ്രശ്നം പരിഹരിക്കും. അതിന് എതിരായിട്ട് നമ്മൾ ഒച്ചയിട്ട് പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഇതാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നം വഷളാവത്തേ ഉള്ളൂ. അങ്ങനത്തെയൊക്കെ കാര്യങ്ങളും ഇവിടുത്തെ ഓരോ വഴക്കിൽ നിന്നും ഒക്കെ ഞാൻ പഠിച്ച്, ഓരോരുത്തരുടെ ഓരോ പെരുമാറ്റം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പഠിക്കാൻ പറ്റി. എനിക്കിതുകൊണ്ട് ഒരുപാട് നേട്ടമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. നമ്മളിവിടെ നിന്ന് ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട ക്ഷമയാണ്. അത് ഇവിടെ നിന്ന് തന്നെ നമ്മൾ പഠിക്കും. ഇവിടെ നിന്ന് നമുക്ക് പഠിക്കുന്ന പോലെ വേറെ എവിടെ നിന്നും പഠിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഒന്ന് കരയാൻ പറ്റില്ല, വിശന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പോയി ഫുഡ് എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല, പിന്നെ വീട്ടിൽ പോകണമെന്ന് തോന്നിയാൽ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് നമ്മൾ ക്ഷമ പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടെയാണിത്, നമ്മളെ പഠിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങളും ജീവിതവും പഠിച്ചാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നതെന്ന് ശാരികയോട് പറയുന്നു. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.